ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ് തന്നെയാണ്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ എല്ലാവർക്കും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി വരെ ഉണ്ട് അല്ലേ പരീക്ഷ. എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞു, അവർ വിളിച്ചിരുന്നു, കമൻറ്റിൽ അറിയിച്ചിരുന്നു, എല്ലാതും ചെയ്തിരുന്നു. അവരുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും എല്ലാതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചതൊക്കെ. കുറേ കുട്ടികൾ തെറ്റിച്ചിട്ട് കുറേ എന്നിട്ട് പറയുക ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൈബ്രേറ്റായി പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കുറേ കുട്ടികൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരെയും പോലെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്നും ഇതുപോലെ തന്നെ ചെയ്യണ്ട. എല്ലാവരും പേടിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു ഇതൊക്കെ പറയും. അതൊന്നും നിങ്ങൾ വില വയ്ക്കാതെ തന്നെ നിങ്ങൾ സാധാരണ ലെവലിൽ തന്നെ എക്സാം എഴുതിയാൽ മതി. ഓക്കെ. ഹയറിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഒരു 3 പേപ്പറെങ്കിലും നല്ലോണം ടൈപ്പ് ചെയ്ത് നോക്കുക. എല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, സെക്കൻഡ് പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കുറേ പേപ്പറൊന്നും അടിച്ച് പഠിക്കണമെന്നില്ല കേട്ടോ. ഒരു 2 പേപ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 3 പേപ്പർ. അതിൽ കൂടുതലൊന്നും ടൈപ്പ് ചെയ്ത് നോക്കണ്ട. അതുപോലെ തന്നെ അതേ മാതൃകയിൽ തന്നെയാണ് എക്സാം വരുന്നത്. ലോവറിൻ്റെ കുട്ടികളോടായാലും ഹയറിൻ്റെ കുട്ടികളോടായും പറയുകയാണ്, വേർഡ് പ്രോസസ്സിങ്ങിൽ ലോവറിൽ ചെയ്യുന്ന പോലെ തന്നെയൊക്കെയാണ് ഹയറിലും. കുറച്ച് ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ, കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കോളത്തിലും റോയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. കുറേ പിക്ചേഴ്സൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. 10 മിനിറ്റ്സിൻ്റെ സ്പീഡ് അല്ലേ, സ്പീഡിൽ നന്നായിട്ട് ഏക്യുറസിയോട് കൂടി തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ മാർക്ക് പോവില്ല. പകുതി വരെ ടൈപ്പ് ചെയ്തോളൂ, എൻഡിൽ വരെ എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നന്നായിട്ട് ഏക്യുറസി ഉണ്ടെങ്കിൽ പാസ്സാകും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ തന്നെ പരീക്ഷ പാസ്സാക്കാൻ നോക്കാം. പിന്നെ ഹയറിൽ സെക്കൻഡ് പേപ്പറിൽ ചെയ്യുമ്പോഴേ കോളംസ്, ഓക്കെ, കോളംസിൻ്റെ കാര്യം കുറച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. കുറേ പേര് വിളിച്ചിരുന്നു, കോളംസിൽ അതിന് മുകളിൽ പിക്ചർ വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറയുന്ന പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നിരുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എറർ മെസ്സേജും വരില്ല കേട്ടോ. അപ്പോൾ ടൈപ്പ് ചെയ്ത് പോകും. ഒരു കോളംസ് 3 കോളംസ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ടൈപ്പ് ചെയ്തിടുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും അല്ലേ, ആ ടൈപ്പ് ചെയ്തിട്ടതിന് ശേഷം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഒരു നിമിഷം സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക. കോളംസിൽ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യാതെ അവിടെ തന്നെ വെക്കരുത്. ഒന്ന് നെക്സ്റ്റ് ഒരു അടുത്ത ലൈനിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അത് എറർ മെസ്സേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ 3 കോളായിട്ട് തിരിഞ്ഞു വരാനായി കറക്റ്റായിട്ട് തിരിഞ്ഞു വരാനാണ് എൻ്റർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ കോളംസിലേക്ക് പോയിട്ട് കോളംസ് സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഷേവ് സ്റ്റൂളിനുള്ളിൽ എന്താണ് സിമ്പിൾസ് ഇട്ടത് മാറിപ്പോയി, സിമ്പിൾസ് അത് തന്നെ വേണോ, പാസ്സാവുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾസ് വേറെ ഇട്ടോളൂ, കുഴപ്പമില്ല. അതിനൊന്നും മാർക്ക് വല്ലാതെ പോകുന്നില്ല. ഈ സിമ്പിൾസ് തപ്പിപ്പോയിട്ട് ഇനി ഉള്ള സമയം നിങ്ങൾ കളയാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഏക്യുറസിയോടുകൂടി ചെയ്ത് തീർക്കാൻ നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിച്ചിട്ട് തന്നെ എടുക്കുന്നില്ല. ഇനി കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഉണ്ടല്ലോ. ഇനി പ്രാക്ടിക്കലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. എല്ലാവരും പ്രാക്ടിക്കൽ കണ്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9633655795. കുറേ കുട്ടികളായിട്ട് ചോദിക്കുന്നു നെക്സ്റ്റ് എക്സാം എന്നാണ്. ഇനി 6 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് തൊട്ടേ തുടങ്ങുള്ളൂ. 6 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാകുന്നത്. പിന്നെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് മെഷീൻ വേണമെന്ന് പറയുന്നുണ്ട്. മെഷീൻ വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. മെഷീൻ വാങ്ങാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും എന്ത് വേണമെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെയും കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ എക്സാമിനേ പോകാൻ പറ്റുള്ളൂ, ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാമിന് പോകാൻ പറ്റില്ല. ഓക്കെ. ഇതെല്ലാതും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഏക്യുറസിയോടുകൂടി 90 എബോവ് തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ്സാണ്, കമ്പ്യൂട്ടറുള്ള വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഡൗട്ടുകളും ഇതുപോലെ തന്നെ തീർത്തോളൂ കേട്ടോ. കമൻറ്റിലൊക്കെ അറിയിക്കണം.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് തുടങ്ങാം. മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുക, മാക്സിമൈസ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടിയും സൂമിലാണ് ചെയ്തു തരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കുറച്ചും കൂടിയും സൂമിലിട്ടതിന് ശേഷം നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ സൂമിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. ഓക്കെ, തുടങ്ങാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേറെ പറഞ്ഞു തരാനുണ്ട്. ലോവറിലാണെങ്കിലും ഹയറിലാണെങ്കിലും വരുന്നൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ എന്ത് വരും, ഷേപ്സ് ടൂൾസ് ആണ് വരുന്നത്. ഷേപ്സ് ടൂൾസ് കഴിഞ്ഞതിന് ശേഷം ഒരു ലൈൻ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ അത് പറഞ്ഞു തരാം. അതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻസെർട്ട് മെനുവിലാണ് ഷേപ്സ് ഉള്ളത്, അറിയാലോ. എല്ലാവരും ഓർത്ത് വയ്ക്കുക, ഇൻസെർട്ട് മെനുവിൽ ഷേപ്സ് കണ്ടോ. ഷേപ്സിൽ ഏതെങ്കിലും എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത് തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടുന്നതാണ്. ഇതുപോലെ ഷേപ്സ് ഞാൻ വരയ്ക്കുകയാണ് കണ്ടോ. അതിനുശേഷം ഇത് കൊടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുത്തു അല്ലേ. അതിനുശേഷം ഇത് കൊടുത്തു, നമ്മൾ ടൈപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എല്ലാവർക്കും തെറ്റിയൊരു കേസാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ കൊടുക്കുക. ഇ കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, സെൻറ്റർ ആയിട്ട് വന്നു അല്ലേ. ഇനി എന്ത് കൊടുക്കണം, ഒരു ലൈൻ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്, ലൈൻ, കുറച്ച് നീളത്തിലുള്ള ലൈൻ. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇൻസെർട്ടിൽ നിന്ന് തന്നെയാണ് ഏതെടുക്കുന്നത്, ലൈൻ വരയ്ക്കുന്നത്. ഒരു വര വരുന്നുണ്ട്, ഇൻസെർട്ട് മെനുവിൽ നിന്നാണ് എടുക്കുന്നത്. ഇൻസെർട്ട് മെനുവിൽ നിന്ന് ഷേപ്സ് എടുക്കുക. അതിനുശേഷം കണ്ടോ, ഇത് ഇവിടെ നോക്കിയേ, 1 2 3 മൂന്നാമത്തെ കണ്ടോ, ഈ ലൈൻ, ഇവിടെ ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രാഗ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ലൈൻ വരയ്ക്കുക കണ്ടോ. ഇതെല്ലാവർക്കും ഡൗട്ടുണ്ട്, കുറച്ച് എറർ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈൻ വരച്ചു അല്ലേ. ഈ ലൈൻ എന്ത് ചെയ്യണം, ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും വേണ്ട, വേറെ കളറൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കഴ്സർ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. അതിന് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ, ഓക്കെ, എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ എന്താണ് സംഭവിക്കുന്നത്, ഇതുപോലെയാണ്. കുറേ കുട്ടികൾക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇതുപോലെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെ, ഫസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഷേപ്സ് ടൂളും ഒരു ലൈനും വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഞാനിത് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. നോക്കുക, ഫസ്റ്റാണ്, ശ്രദ്ധിച്ചിരിക്കുക, ഫസ്റ്റാണ് ഷേപ്സ് ടൂൾസിൽ ഷേപ്സ് ടൂൾസും ലൈനും ഇങ്ങനെ വന്നുവെങ്കിൽ, ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ, അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇടാം കണ്ടോ. ഗ്യാപ്പ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടേബിളോ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം, ഇതുപോലെ ചെയ്തതിന് ശേഷം കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പാരഗ്രാഫ് ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കൂട്ടോ, ഇതുപോലെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല, തെറ്റൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കേരള ഫോർ ദി പർപ്പസ് ഇൻ ടു, നേരെ അടിച്ചു പോവുക, എൻ്റർ ഒന്നും ചെയ്യണ്ട കേട്ടോ, അത് പറഞ്ഞു തന്നിരുന്നു. പ്രൊഫഷൻസ് മെയ്ഡ് അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ വന്നിരിക്കുന്നത്, ഇവിടെ ഒരു ഷേപ്സ് ടൂൾസും വന്നിട്ടുണ്ട്, ഒരു ലൈനും വന്നിട്ടുണ്ട് അല്ലേ. അതിനനുസരിച്ച് നിങ്ങൾ ഗ്യാപ്പ് ഇടുക. എന്നിട്ടാണ് ഇൻസെർട്ടിൽ ഷേപ്സിൽ നമ്മൾ ഷേപ്സ് ടൂൾസ് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ വരയ്ക്കുക. എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇത് കൊടുക്കുക, മോട്ടോർ വെഹിക്കിളിനോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. എന്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ ഇ കൊടുക്കുക. കൺട്രോൾ ഇ കൊടുക്കുമ്പോൾ സെൻറ്റർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ലൈൻ പോയിട്ടുണ്ട്. ഇൻസെർട്ട് വീണ്ടും എടുക്കുക, ഷേപ്സ് എടുക്കുക, ഒരു ലൈൻ കണ്ടോ, ഈ ലൈനാണ് വരയ്ക്കുന്നത്, മൂന്നാമത്തെ കേട്ടോ. ഈ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക.
ഇത്രയ്ക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തോട്ട് കഴ്സർ എൻ്റർ ചെയ്യാനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എളുപ്പമായിട്ട് നമുക്ക് കഴിയുന്നതായിരിക്കും. ഒരു എറർ മെസ്സേജും വരില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തരാൻ കാരണം കുറേ കുട്ടികൾ എന്താ ചെയ്യുന്നത്, കുറേ കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ടൈം എടുത്തു, കഴ്സർ താഴത്തോട്ട് പോകുന്നു, പിന്നെ മുകളിലേക്ക് ആക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വരാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്നത്തെ പേപ്പറിൽ ടേബിളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇൻസെർട്ടിൽ എത്ര കോളം വേണം, എത്ര റോ വേണം. ഓക്കെ, 1 2 3 4 5 6 7 കോളംസ് ഉണ്ട് അല്ലേ? 7 കോളംസ് ഉണ്ട്. പിന്നെ റോ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല, അത് നിങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തോ. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാലോ. ഈ ഫസ്റ്റ് സെല്ലിൽ എന്താ ചെയ്തിരിക്കണേ? ഒരു മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് ടെൻഡർ ഇൻവൈറ്റഡ് ഫോർ ദ സപ്ലൈ ഓഫ് UPS battery for printer and fleximeter ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇത് കുറച്ച് സൂമിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം കുറേ കുട്ടികളായി പറയുന്നു കുറച്ചുകൂടി സൂം ചെയ്തിട്ട് കാണിക്കുന്നു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അതുപോലെ തന്നെ ഈ ടെൻഡർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അത് ഡയറക്ഷൻ തിരിച്ചാണ് ഇട്ടിരിക്കണേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കാണിച്ചു തരേ. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിനെ മൊത്തമായിട്ട് എന്ത് ചെയ്തു? ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ, ഇതുപോലെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, കുറച്ചുകൂടി സൂം കാണിച്ചു തരാം. കണ്ടോ, കാണുന്നില്ലേ? സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ, ഇതിൻ്റെ ഈ ബ്ലൂ കളറിൽ വെച്ചിട്ട് കേട്ടോ, സെലക്ട് ചെയ്ത ഭാഗത്ത് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡയറക്ഷൻ, കണ്ടോ ഇവിടെ ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ടെക്സ്റ്റ് തിരിഞ്ഞു വരാനായിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പം എന്ത് വന്നു? കണ്ടോ, ഇതുപോലെ തിരിഞ്ഞു വന്നു. കാണുന്നില്ലേ? ഇങ്ങനെ തിരിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത്? പിന്നെ സെലക്ട് ചെയ്യുക അല്ലേ, അടിയിൽ വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താ കൊടുക്കണ്ടേ? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് സെൽ കൊടുക്കുക. അങ്ങനെ മെർജ് സെൽ. അപ്പോഴാണ് എന്ത് വരുന്നത് നോക്കിയേ, അപ്പോഴാണ് ഇതുപോലെ തിരിഞ്ഞു വരുന്നുണ്ടോ, ഇതുപോലെ തിരിഞ്ഞു. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി എൻ്റെ കോളംസ് വിത്ത് കുറയ്ക്കാവുന്നതാണ്. ഇതുപോലെ കേട്ടോ, അതിവിടെയാണ് കോളംസ് കുറയ്ക്കുന്നത്. ഇത് ക്ലിയർ? ഇനി ഇവിടെ സീരിയൽ നമ്പർ ടാബ് കൊടുക്കുമ്പോൾ അടുത്ത സെല്ലിൽ പോകും അല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐറ്റം, ഡ്യൂ ഡേറ്റ്, പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അടിക്കാം, ടൈപ്പ് ചെയ്യാം. ഇത് വെറുതെ ഒന്ന് ഇവിടെ സപ്ലൈ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നത്തെ കുളത്തിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നത്തെ കുളത്തിൽ വെറുതെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. വേണ്ടായെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് സെൽസ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് ഡിലീറ്റ് എൻ്റയർ കോളം, ഡിലീറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയും ഓക്കെ. ഇനി സീരിയൽ നമ്പറിൻ്റെ അവിടെ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്തിട്ട് 1 ടാബ് കൊടുക്കുക. ഇനി ഡേറ്റ് കൊടുക്കുക. നിങ്ങളിനി ടൈപ്പ് ചെയ്ത് കൊടുക്കുക 18 UPS 20/7/2018. ഓക്കെ, സപ്ലൈ ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കുക. ഡ്യൂ ഡേറ്റ്, സപ്ലൈ ഡേറ്റ്. ഓക്കെ, ഇനി 2 കൊടുത്തു. ഇവിടെ ഡേറ്റ് കൊടുക്കുക 2018. ബാറ്ററി 1/7/2018. 23/2018. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ 3 കൊടുക്കുക, ടാബ് കൊടുക്കുക. 04 and 07 and 2019 എന്നിട്ടും പ്രിൻ്റർ കൊടുത്തു. 22.07/2018. 0.17
7.2018. ഈ 4ലേക്ക് വരിക, ടാബ് കൊടുക്കുക. വീണ്ടും പ്രിൻ്റർ തന്നെ ടൈപ്പ് ചെയ്തു. 7.2019. ഒരു ഡേറ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുള്ളൂ അറിയാനായിട്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഈ 2 റോയിലും ടൈപ്പ് ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. 2020 UPS ഈ കോളത്തിലും കൂടി ക്ലിക്ക് ചെയ്യാം. കുറച്ചുകൂടി സൂമിലിടാം കേട്ടോ. നമുക്ക് സൂമിലിട്ടിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ സൂമിലിട്ടുണ്ട്. 21 UPS തന്നെ 19/08/2021. എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇത്രയ്ക്ക് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ടേബിളിൽ നമ്മൾ ഫില്ല് ചെയ്യുക ചെയ്തത് അല്ലേ? ടേബിളിൽ ഫില്ല് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ, ഏതിൻ്റെ അടിയിൽ? ഇപ്പം നമ്മൾ ഫില്ല് ചെയ്തു, ഇതിൻ്റെ അടിയിൽ ഒരു റോയും കൂടി വേണമെന്ന് വിചാരിക്കുക. ഏത് റോ? ഓക്കെ, ഇതിൻ്റെ തൊട്ടടിയിൽ ഒരു റോയും കൂടിയും വേണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം ടാബ് പ്രസ് ചെയ്യുക. എന്താണ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റോ കാണാം. റോ ഇൻസെർട്ടായി കണ്ടോ, റോ ഇൻസെർട്ടായി. ഓക്കെ, റോ ഇൻസെർട്ട് ആയെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ടൈപ്പ് ചെയ്യുക. എവിടെ? ഇവിടെ ഈ ഭാഗത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ട്രാൻസ്പോർട്ട് ട്രാൻസ്വേഴ്സ് സ്ഥലത്തിൻ്റെ പേരാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. PO തിരുവനന്തപുരം. ഓക്കെ, അടിച്ചു. ഇനി ഇത് നീളത്തിൽ എന്താ ചെയ്യേണ്ടത്? ഈ വരകളൊന്നും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലൂവിൻ്റെ അവിടെ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കണം, മെർജ് സെല്ല് കൊടുക്കുക. കണ്ടോ, അപ്പോൾ എന്ത് വന്നു? ആ വരകളൊക്കെ പോയി. മെർജ് സെല്ല് കൊടുത്തപ്പോൾ ആ വരകളൊക്കെ പോയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ടോ, ഈ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് എന്ത് കൊടുക്കണം? മേലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് റോ കിട്ടണമെങ്കിൽ കഴ്സർ ഇവിടെ വെക്കുക, അതിനുശേഷം ടാബ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് ടേബിൾ റോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. കോളം അങ്ങനെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല, റോ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. കോളം ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോളം കൊടുക്കാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഈസി ആയിട്ട് റോ ചെയ്യണ പോലെ തന്നെ നമുക്ക് കോളംസ് കൊടുക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ? ഞാനിത് കളഞ്ഞു. ഇനി എന്താ വേണ്ടത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അത് വേഡ് ആർട്ടാണ്. എന്താണ്? വേഡ് ആർട്ട്. ആ വേഡ് ആർട്ട് എന്നുള്ളത് ഒരു കാര്യം ചെയ്യാം. വേഡ് ആർട്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഗ്യാപ്പ് കൊടുക്കുക. ഉണ്ടോ, കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. വേഡ് ആർട്ട് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരഗ്രാഫ് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. Government of Kerala for the purpose into effect the provisions made under motor vehicle department 1988 Kerala vehicle.
അതിൻ്റെ നേരെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, വെഹിക്കിൾ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഇൻ ദി റോഡ് ട്രാൻസ്പോർട്ട് ടെക്നോളജി pattern of passenger and freight movements. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഉണ്ടോ? ഇതുപോലെ പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഒന്ന് എൻ്റർ ചെയ്തോളൂ, കുഴപ്പമില്ല. അതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം? എന്ത് കൊടുക്കണം? വേഡാട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസെർട്ട് എടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം? വേഡാട്ട് ഇൻസെർട്ടിലാണ് എന്ത് കൊടുക്കുക? അതിവിടെയാണ് വേഡാട്ട്. കുറച്ചുകൂടി സൂം ചെയ്യാം. ഇതാണ് വേഡാട്ട്. കണ്ടോ? വേഡാട്ട് ക്ലിക്ക് ചെയ്യുക. ഏത് സ്റ്റൈലാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഞാനിതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക. കുറച്ചും കൂടി സൂം കുറച്ചോളൂ കേട്ടോ. ഇവിടെ സൈസ് കുറച്ചോളൂ കേട്ടോ. 28 ഓക്കെ കൊടുക്കുക. 28 നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അതിൻ്റെ സൈസ് കുറയ്ക്കാം. നമുക്കിത് ഇവിടെ ഈ കോർണറിൽ പിടിച്ചിട്ട്, കണ്ടോ? ഈ കോർണറിൽ പിടിച്ചിട്ട് എന്ത് കൊടുക്കുക? കുറയ്ക്കാവുന്നതാണ്. ഒന്ന് സൂം കുറയ്ക്കുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? പറയും. ഇനി ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്ത് തരുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇത് ലോക്കാണ്. അപ്പോൾ അല്ലേ, ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വേഡാട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട്, ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കേട്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്താണ്? ഡബിൾ ക്ലിക്ക്. അപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക മൗസിൽ കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് റാപ്പിംഗ് കേട്ടോ. ഇതാണ് ടെക്സ്റ്റ് റാപ്പിംഗ്. ക്ലിക്ക് ചെയ്യുക. ടൈറ്റ് എന്നോ സ്ക്വയർ എന്നോ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. ടൈറ്റ് കൊടുത്തു ഞാൻ കേട്ടോ. ടൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി? ലോക്ക് വിട്ടു കേട്ടോ. ഇതുപോലെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഹയറിൽ കുറച്ച് ഇതുപോലെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവുള്ളൂ. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊക്കെ ഇടാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഹോം എടുക്കുക. ഹോമിൽ എന്താണ്? ഇതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിനെ ഡബിൾ ക്ലിക്ക് തന്നെ ചെയ്യാം. ഇവിടെ കണ്ടോ ഒരു ഫിൽ, അതിനെ പറയുന്നതാണ് ഷേപ്പ് ഫിൽ. കണ്ടോ? ക്ലിക്ക് ചെയ്യുക, കളർ കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായോ? നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യുക. കണ്ടോ? ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തപ്പോൾ ഒരു എററും വരുന്നില്ല. കണ്ടോ? ഇനി ഇതിനൊക്കെ നിങ്ങൾ സെൻറ്റർ ആക്കണം കേട്ടോ. കൺട്രോൾ ഇ കൊടുക്കുക. അതൊക്കെ അറിയാലോ. കൺട്രോൾ ഇ കൊടുക്കുക, കൺട്രോൾ ബി കൊടുക്കുക, വലുതാക്കുക. ഒരു 14 സൈസ് ഇട്ടു. അതിനുശേഷം ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ആക്കിയിട്ടു. ഇതേ സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സെൻറ്റർ. ഇതൊക്കെ സെൻറ്റർ ആക്കിയിട്ടു. ഇത്തിരി കുറച്ചും കൂടി ഭംഗി വേണം നമുക്ക് അല്ലേ? സീരിയൽ നമ്പർ ഇത്രയും വേണ്ട. ക്ലിക്ക് ചെയ്യുക. ഇതിനൊന്ന് കുറച്ചിടാം. ഇനി ഇതിനെ ഇതേടാ ഈ കോർണറിൽ ടേബിൾ എടുക്കുമ്പോൾ ടേബിളിൻ്റെ ഈ ലാസ്റ്റത്തെ കോർണറിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക മുകളിലേക്ക്. കണ്ടോ? അപ്പോൾ എന്ത് തോന്നുന്നു? ഈക്വലായിട്ട് നമുക്ക് കിട്ടി. ഇനി കുറച്ചും കൂടി ഭംഗി വരുത്താനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. കുറച്ചും കൂടി ഭംഗി വരുത്താനായിട്ട് മൊത്തമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എല്ലാവരും സെലക്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റ് എടുത്ത് സെൻറ്റർ കൊടുക്കുക. കണ്ടോ? അപ്പോൾ എന്താ വന്നേ? ഒരു സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ഇത് നോക്കിയേ. കണ്ടോ? ഒരു സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇത് വന്നില്ല. ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ല. കണ്ടോ? ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് കൊടുക്കണം. സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ, ഇതാണ് നടുവിലത്തെയാണ് കേട്ടോ. സെൻറ്റർ കൊടുക്കുക. ഓക്കെ, കണ്ടോ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോണേ. അടുത്തത് ചെയ്യുന്നത് കോളംസ് ആണ് കേട്ടോ. കോളംസ് കുറേ കുട്ടികളായി ചോദിക്കുന്നു, കോളംസ് തെറ്റണു, കോളംസ് 3 കോളം 4 കോളം ആയിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. കോളംസ് ആണ് ചെയ്യാൻ പോകുന്നത്. കോളംസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ആദ്യം ഇടാം അല്ലേ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോണേ എയ്ഡഡ് ഡ്രൈവിംഗ് ലൈസൻസ് ജനറൽ AUTHER other vehicles dated another 1988 full stop is an ഞാൻ ജസ്റ്റ് വേഗം ടൈപ്പ് ചെയ്യാൻ പോണേ. പറഞ്ഞു തരുമ്പോൾ സ്ലോ ആവുക ടൈപ്പ് ചെയ്യണത്. ടൈപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ നിങ്ങൾക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലേസ് ഇൻ ഇന്ത്യ ഇൻ ദ സ്റ്റേറ്റ് കേരള ലൈസൻസ് ആർ ഷെയറിംഗ് issued by the government department transport one should have between 16 and 18. You can apply with the DRITRN turn driving license of all car and bike. ഞാൻ ഇത്രേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 3 കോളം ഉണ്ടത്. കുറച്ചും കൂടി ഞാൻ സൂം ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുമോ? ലൈസൻസിങ് എന്നുള്ളത് കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ലൈസൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഷുഡ് കണ്ടോ, ഷുഡ് ഇതാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ തിരുത്താൻ നിൽക്കണ്ട, നിങ്ങൾ ലാസ്റ്റ് വരുമ്പോൾ തിരുത്തിയാൽ മതി, കുഴപ്പമില്ല, ടൈം ഉണ്ടാവും കേട്ടോ ഗവൺമെൻറ്. ഓക്കെ, ഇത്രയും നമ്മൾ കറക്റ്റാക്കി. അതിനുശേഷം എന്ത് കൊടുക്കണം? ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്തിനാണ്? കോളംസ് ആണ് തിരിക്കേണ്ടത്. കോളംസ് തിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. നേരെ തന്നെ പൊക്കോട്ടെ, എൻ്റർ ഒന്നും ചെയ്യാതെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിടാം. അതിനുശേഷം ലാസ്റ്റ് വന്നിട്ട് ശ്രദ്ധിക്കുക, ലാസ്റ്റ് വന്നിട്ട് എൻ്റർ ചെയ്യണം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളംസ് തിരിച്ചിട്ട് നമ്മളൊരു പിക്ചർ കൊണ്ടുവന്നിടുമ്പോൾ ഒരു എറർ മെസ്സേജ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എൻ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇൻസെർട്ട് എടുക്കുക. ഇൻസെർട്ട് അല്ല, പേജ് ലേഔട്ട് എടുത്തതിന് ശേഷം കോളംസ് ആണല്ലോ എടുക്കുന്നത്, ടേബിൾ അല്ല, കോളംസ് കേട്ടോ. പേജ് ലേഔട്ടിൽ എന്താണ്? കോളംസ്. കോളംസിൽ എന്ത് കൊടുക്കണം? 3 കോളംസ് ആണ്. 3 കോളംസ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. നോക്കിയേ, ഇപ്പം കറക്റ്റായിട്ട് 3 കോളംസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു എററും വരാതെ ഇങ്ങനെ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അതുപോലെ കഴിഞ്ഞു. അതിനുശേഷം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? ടെക്സ്റ്റ് ബോക്സ് അല്ല, എന്താണ്? ഡ്രോപ്പ് ക്യാപ്സ്. ഡ്രോപ്പ് ക്യാപ്സ് ഏതിലാണുള്ളത്? ഇൻസെർട്ടിൽ കണ്ടോ, ഇൻസെർട്ടിലാണ് ഡ്രോപ്പ് ക്യാപ്സ്. എന്താണ് ഡ്രോപ്പ് ക്യാപ്സ്? ഫസ്റ്റത്തെ അക്ഷരം വലിയ അക്ഷരമായി നിൽക്കും, അതാണ് ഡ്രോപ്പ് ക്യാപ്സ്. ഫസ്റ്റത്തെ അക്ഷരം ക്യാപിറ്റൽ നല്ല വലിയതായിട്ട് നിൽക്കും. അതെങ്ങനെ ചെയ്യാം? സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ടിൽ ഡ്രോപ്പ് ക്യാപ്പ്, ഇവിടെയുണ്ട് ഡ്രോപ്പ് ക്യാപ്പ് കണ്ടോ, ഡ്രോപ്പ് ക്യാപ്പ് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വലിയ എ പോലെ കണ്ട, ഇതേപോലെ ആ സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ വന്നു. ഇതുപോലെ വരാൻ വേണ്ടി ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിക്കുന്നത്. ഇനി സെൻറ്ററിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു പിക്ചറാണ് വരച്ചിരിക്കുന്നത്. സെൻറ്ററിൽ, ഇത് ഇവിടെ സെൻറ്ററിലോ അല്ലെങ്കിൽ ഇവിടെ
ഇവിടെ ലൈൻ വിട്ട് കൊടുത്തിട്ടുണ്ട്, ലൈൻ. ആ ലൈൻ എങ്ങനെ എടുക്കും? ഇൻസെർട്ടിൽ തന്നെയാണ് ഷേപ്സ്. എന്താണ്? ഷേപ്സ്. കുറച്ചുകൂടി സൂം ഇട്ടു. ഷേപ്സിലാണ് ലൈൻ ഉള്ളത്. കണ്ടോ, ഇതേപോലെ മൂന്നാമത്തെ ലൈൻ എടുത്തു. ഇവിടെ വെച്ചതിന് ശേഷം ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, അതുപോലെ വരയ്ക്കണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഇൻസെർട്ടിൽ ഷേപ്സിൽ ഇതുപോലെ ലൈൻ വരയ്ക്കുക കേട്ടോ. ജസ്റ്റ് ആദ്യത്തെ പോയി കണ്ടോ, ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ലൈൻ ഇവിടെ ഉണ്ട്, വരച്ചു. ഇനി ഈ ലൈൻ തന്നെ ഇതേ അളവിൽ ഇവിടെ കൊണ്ടൊന്ന് കോപ്പി ചെയ്യാൻ പറ്റും. വരയ്ക്കേണ്ട, ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ തന്നെ മുകളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ആയി അല്ലേ, പച്ച കളർ കണ്ടോ, അതിന് സെലക്ഷൻ. ഇനി Ctrl+C Ctrl+V, Ctrl+C Ctrl+V. Ctrl+C എന്താണ്? കോപ്പി. Ctrl+V എന്താണ്? പേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി വരും. ഇവിടെ നിന്ന് അതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ സെൻറ്ററിൽ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇത്രയും ഓക്കെ ആയല്ലോ. അപ്പോൾ ലൈനും കിട്ടി. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻസെർട്ടിൽ തന്നെ എന്താ കൊടുക്കേണ്ടത്? പിക്ചറാണ് എടുക്കേണ്ടത്. ഇൻസെർട്ടിൽ ക്ലിപ്പാർട്ടി എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. കോളംസിൽ എന്ത് വന്നാലും ഇൻസെർട്ട് മെനുവിൽ നിന്ന് ക്ലിപ്പാർട്ടാണ് എടുക്കേണ്ടത്. സൂക്ഷിക്കുക, ക്ലിപ്പാർട്ട് അല്ലെങ്കിൽ തെറ്റും. ക്ലിപ്പാർട്ട് എടുത്ത് കഴിയുമ്പോൾ ഓർഗനൈസ് ക്ലിപ്സ് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇവിടെ കണ്ടോ, ഓർഗനൈസ് ക്ലിപ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കണം? ഓഫീസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട് കേട്ടോ. ഓഫീസ് കളക്ഷൻസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പിക്ചേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. അത് തന്നെ ഉണ്ടാവുള്ളൂ, ഞാൻ പറഞ്ഞതാണ്. ഓഫീസ് കളക്ഷൻസിൽ എന്ത് വേണം? നമുക്ക് ചെയ്ത് നോക്കാം. ഓഫീസ് കളക്ഷൻസിൽ എന്തെങ്കിലും എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ പിക്ചറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ പിക്ചർ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ചെയ്ത് ഈ പിക്ചറിനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് എവിടെയാണ് വേണിച്ചാൽ അവിടെ കൊണ്ടുവന്നതിന് ശേഷം കണ്ടോ വിടുക, പ്രസ് വിടുക. അങ്ങനെ എന്താ ചെയ്യേണ്ടത്? ക്ലിപ്പാർട്ടിന്ന് എന്ത് വന്നു? ഈ പിക്ചർ ഇവിടെ വന്നു. ഇവിടെ അല്ല വരേണ്ടത്, മൂന്നാമത്തെ കോളത്തിലേക്കാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇതിനെന്ത് ചെയ്യണം? ഇവിടേക്ക് വലിച്ചിടണം കണ്ടോ, ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ഇതിനെ കുറയ്ക്കുക കണ്ടോ, ഇതുപോലെ വരും. ഇത് ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് റാപ്പിങ്ങിൽ ടൈറ്റോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതേപോലെ പിക്ചറിനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് ഇതിനെ നമുക്ക് വലുതാക്കാനൊക്കെ പറ്റും കേട്ടോ, കുഴപ്പമില്ല. ഇതേപോലെയാണ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് കൊടുക്കുക? ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ ബോർഡേഴ്സ് കൊടുക്കാം, ലാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പേജ് ലേഔട്ടിൽ A4 ആക്കിയിടണം. അതിനുശേഷം അങ്ങനെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്? പേജ് ലേഔട്ടിൽ എന്ത് കൊടുക്കണം? A4 ആക്കിയിടണം. സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് A4, അത് A4 തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം ഹോം എടുത്തിട്ട് എന്ത് കൊടുക്കണ്ടേ? ഇവിടെ ഇതാണ് പേജ് ബോർഡർ. ക്ലിക്ക് ചെയ്യുക, ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക, ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? ബോക്സ് ക്ലിക്ക് ചെയ്യുക. പേജ് ബോർഡറാണ് എടുക്കേണ്ടത്, ബോർഡർ അല്ല, പേജ് ബോർഡർ. ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ്? ഏതെങ്കിലും സ്റ്റൈൽ അല്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതാണോ അത് ഇടുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, അത് ഡെലിറ്റ് ചെയ്ത് കളയുകയാണ്. അത് നമുക്ക് വന്നതല്ല, അത് ആക്ടിവേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഒരു പേജ് ബോർഡർ എടുക്കുന്നത് മനസ്സിലായല്ലോ. പേജ് ബോർഡറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇതുപോലെ സെറ്റിങ്സ് ആയിട്ട് എടുക്കാൻ പറ്റും, നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് പരീക്ഷയ്ക്ക് ഉണ്ടോ, ഇതേപോലെ എടുക്കും. പരീക്ഷയ്ക്ക് ഇതുപോലെ ചെയ്യണം നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കുക. ഇത് ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ലോവർ പഠിക്കുന്ന കുട്ടികൾക്കും വേണമെങ്കിൽ നോക്കാം, അതൊന്നും കുഴപ്പമില്ല, പഠിക്കാം ഇരുന്നിട്ട് കേട്ടോ. സേവ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്യുക. എന്താ പറഞ്ഞാൽ സേവ് ചെയ്ത് കൊടുക്കുക. പ്രിന്റ് പ്രിവ്യൂ നോക്കിക്കോളൂ കേട്ടോ. ലാസ്റ്റ് പ്രിന്റിൻ്റെ നേരെ പ്രിന്റ് പ്രിവ്യൂവിൽ നോക്കുക എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, തെറ്റ് വരാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പറഞ്ഞിരുന്നതാണ് കേട്ടോ.
എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.